ഇതുണ്ടോ, ഒരു പൈനാപ്പിൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഒരു പാന്, സാധാരണ ഞാൻ നമ്മുടെ ചട്ടിയാണ് ചൂടാക്കാൻ വെക്കാറുള്ളത് കേട്ടോ. ഇപ്രാവശ്യം ചട്ടി എടുത്തില്ല, കാരണം എന്താ പറയുക, നമുക്ക് വീട് മാറിയ ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കണം ഒന്നും കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടി നമ്മൾ എടുത്തിട്ടില്ല, പകരം നമ്മൾ ഇങ്ങനത്തെ ഒരു പാന വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൈനാപ്പിൾ അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കളറിനും അതുപോലെ തന്നെ ടേസ്റ്റിനും. അതേപോലെ തന്നെ പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കരയും വേണം കേട്ടോ ഇതിനകത്ത്. അപ്പം അത് മധുരം ബാലൻസ് ചെയ്ത് പോവും. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ തേങ്ങയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു 3-4 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഒരു 6 ക്യൂബ് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ആദ്യക്കൂട്ടം വന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ സ്റ്റോൺ ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ കൊണ്ടിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ വന്നപ്പോൾ ഞാൻ വേഗം എടുത്ത് മാറ്റിയതായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇതിലേക്ക് ഞാനിനി ഇടാൻ പോകുന്നത് ശകലം കടുകാണ് കേട്ടോ. ഒരുപാട് ഇട്ടാൽ കയ്ത്ത് പോവും, അത്ര ഇടാൻ പാടില്ല. ശകലം കടുകും, കുറച്ച് ഒരു 5-6 പച്ചമുളക്, മീഡിയം ഏരിയയുള്ള 5-6 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്രയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് അരച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കാമെന്ന് വെച്ചിട്ടാണ്, ഒത്തിരി ലൂസായി പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു 3-4 സ്പൂണ് പുളിയുള്ള തൈരായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് 2 രീതിയിൽ അരച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അധികം പേസ്റ്റ് ആക്കാത്ത രീതിയിൽ, കുറച്ച് തരി എന്നുള്ള രീതിയിലും, അതുപോലെ ഇത് കുറച്ച് പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ ഒരുപാട് പേസ്റ്റും അല്ല കേട്ടോ. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ അത്യാവശ്യം എന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ. ഇത് ശർക്കരയുടെ കളറായിട്ട് ഇങ്ങനെ ബ്രൗൺ ശർക്കര ആയതുകൊണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം നമുക്ക് തട്ടിനകത്തേക്ക് ആക്കാം. ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഇതൊന്ന് തിരുത്തു പോവാതെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് പച്ചമണം പോയി കഴിയുമ്പോൾ തനി അത് കുറുകി വരും കേട്ടോ. നമ്മുടെ പച്ചടി ഇവിടെ നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയും എരിയും മധുരം എല്ലാം പാകമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇരുന്നൊന്ന് കുറുകും. ഇത്ര വെള്ളം പോലെ ആയിട്ട് ഇരുന്നൊന്ന് കുറുകുമ്പോഴേ കുറച്ചെങ്കിലും നമുക്ക് അതിൻ്റെ ഗ്രേവി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. ഇനി നമുക്കില്ലെങ്കിൽ കടുക് വറുത്ത് കൂട്ടാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളും ഞാൻ കാണിക്കും. കയ്യിൽ ചെറുതായിരുന്നു, ഉള്ളിലേക്ക് ഇങ്ങോട്ട് വീണ് പോയി. എന്തായാലും പോട്ടെ. അപ്പോൾ നമുക്കിനി കടുക് വറുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചേർക്കേണ്ട ഒരു സാധനമായിട്ട് കറിവേപ്പില. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, നാട്ടിൽ വരുമ്പോഴേക്കും എൻ്റെ കറിവേപ്പിലൊക്കെ ഉണങ്ങി നിന്നതിനുള്ള ആകെയുള്ള 4 കൊമ്പ് ഞാൻ ഒടിച്ചിട്ടതാണ് കേട്ടോ. ആകെ ഈ 4 തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി എൻ്റെ കറിവേപ്പില, വേറെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ, കാരണം അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ, കാരണം നന്നായിട്ട് അത് പുകഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് കടുക് ഇട്ടിട്ട് നന്നായി പൊട്ടുന്നുണ്ട് കടുക്. ഒപ്പം നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ മൊത്തത്തിൽ എല്ലാം കൂടെ അങ്ങോട്ട് നമ്മുടെ മേളിൽ കൂടെ അങ്ങോട്ട് കത്തൂട്ട്, അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കത്തൂട്ട്. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളതാണത്. ഉള്ളിൽ കൂടെ അങ്ങ് കത്തും തീ, ചെറിയ ഇതല്ലേ ഫ്രൈങ് പാനിൽ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഇത് ചേർക്കാം കേട്ടോ. ഞാനത് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടാവില്ലേ, കറുത്ത മുന്തിരിങ്ങ നമുക്ക് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയുമാണ്, ടേസ്റ്റുമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചോറിനൂടെ എടുക്കാൻ പോകണം കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ വൈകിട്ട് മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അതായത് ബറോഡയ്ക്ക് പോകുന്നുണ്ട്, അജുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ അന്നേരം കൊണ്ടുപോകും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യക്കുട്ടനും അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം കേട്ടോ. എങ്ങനെയുണ്ട് പച്ചടി?
ഹലോ ഡിയേഴ്സ്, അപ്പം ഞങ്ങൾ അച്ഛയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉച്ചയ്ക്കലത്തെ പച്ചടിയൊക്കെ നിങ്ങൾ കണ്ടുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ അജുട്ട അമ്മയുടെ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, അത് അച്ഛയമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛയമ്മ നോക്കുന്നൊരു കുഞ്ഞു കൊച്ചുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതുമായിട്ടുള്ള സർക്കസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ എന്ത് കാണിച്ചാലും കണ്ടുകൊണ്ട് കിടക്കും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അതുമായിട്ടുള്ള സർക്കസ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ക്യൂട്ട് വാവയാണ്. അങ്ങനെ ഞാൻ അവനെ ശുങ്കുടു എന്നൊക്കെയാണ് വിളിക്കുന്നത്. വെറുതെ വായത്തൊന്ന് പേര് വിളിക്കട്ടെ, മലയാളി അല്ലെങ്കിലും മലയാളത്തിൽ ഞാൻ സംസാരിക്കുക. ആദ്യമൊക്കെ മലയാളത്തിൽ സംസാരിക്കും കേട്ടോ, അവനെ മലയാളം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അച്ഛമ്മ ഗുജറാത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവനോട്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അങ്ങനെ ഞാനും അച്ഛമ്മയെ കൂടെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയം വയ്ക്കുന്നുണ്ടല്ലോ, അവൻ്റെ അപ്പൂപ്പൻ വന്നു. മുത്തശ്ശൻ വന്നു, അപ്പൂപ്പൻ വന്നു കേട്ടോ, അമ്മയുടെ അച്ഛൻ. അങ്ങനെ അവൻ അതാണ് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരുടെ ടാറ്റയൊക്കെ പറയാൻ പറഞ്ഞ് അങ്ങനെ കളിയെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങാറായി കേട്ടോ. വൈകുന്നേരം ചാറ്റ പൊന്നോ, ചാറ്റ ബൈ. എന്താണ് വേഗം പോയിട്ട് വരാൻ കേട്ടോ. നമ്മൾ ഇഷ്ടമോ വേഗം പോയിട്ട് വരാൻ ചക്കട താത്ത അന്റെ പൊന്നു ടാറ്റ, അന്റെ കുഞ്ചു, അമ്മയുടെ കുഞ്ചു. എന്നടാ അങ്ങനെ ആശാനെ എടുക്കാത്ത ദേഷ്യമായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു എടുക്കാത്തതിന് വേണ്ടിയിട്ട്. അത്ര നേരം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ എന്നാലും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഭയങ്കര കാര്യമൊന്നും, പിന്നെ കരച്ചിലായിരുന്നു. ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി ഇവിടുന്ന് ബറൂച്ചിലേക്ക് പോകട്ടെ. അപ്പം ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി. അങ്ങനെ ഡ്രൈവറും ഗെറ്റ് റെഡി ഡ്രൈവർ സർ, ഹായ് ടു ബോലോ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി. ഇനി നേരെ ഇവിടുന്ന് ബറൂച്ചിലേക്ക് പോവും. ബറൂച്ചിൽ നിന്ന് നമ്മൾ ലോണാവാലിക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം കട്ടിയിടാതി ഫോണ്. അപ്പം നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ എക്സ്പ്രസ് ഹൈവേ വഴി, ദില്ലി ബോംബെ എക്സ്പ്രസ് ഹൈവേ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബറൂച്ചിലേക്ക്. അവിടെ നിന്നാണ് ലോണാവാലയ്ക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, ഇത് ദില്ലി ബോംബെ എക്സ്പ്രസ് ഹൈവേ കേട്ടോ. പുതിയ ഹൈവേ ഉണ്ടാക്കിയതാണ്, പക്ഷേ ക്ലോസ് അല്ല അല്ലേ. ഞാൻ വിചാരിച്ചു ക്ലോസ് ആണെന്ന്. അല്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ എക്സ്പ്രസ് ഹൈവേ വഴി പോകുന്നത്, ഈ ഹൈവേ ഉണ്ടാക്കിയ ശേഷം ടോളൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ ഇതിൽ കൂടെ. അങ്ങനെ 8 ലൈൻ ആയിരുന്നു കേട്ടോ ഈ എക്സ്പ്രസ് ഹൈവേയുടെ ലൈൻ എന്ന് പറയണത്. 2 സൈഡും കൂടെ, ഒരു സൈഡ് 4 അടുത്ത സൈഡ് 4 അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എളുപ്പം നമുക്ക് ബറൂച്ചിലേക്കൊക്കെ എളുപ്പമുള്ള വഴി കേട്ടോ. കർജൻ, ബറൂച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എളുപ്പം എത്തും. അതുപോലെ തന്നെ ബോംബെ ഡൽഹി അങ്ങനെ ആ ഏരിയയിലേക്കുള്ള ഷോർട്ട് കട്ടായിട്ട് വന്ന പുതിയൊരു ഹൈവേ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൈവേ വഴി കയറി. പിന്നെ നമ്മൾ ബറൂച്ചിലിറങ്ങി. അവിടെ നിന്ന് സിറ്റിക്കകത്തൂടെ കുറച്ച് ഭയങ്കര ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി നല്ലോണം ട്രാഫിക്കിൽ പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്കിൽ കൂടെ എങ്ങനെയൊക്കെയോ കടന്ന് വെളിയിലെത്തി. പിന്നെ അജുവേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കിതെല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ലോങ് വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് മൊത്തം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ബറൂച്ചിലെത്തി. പോകുന്ന വഴിക്ക് അജുവേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ഞങ്ങൾ പെട്രോൾ പമ്പിൽ വെച്ച് കണ്ടു കേട്ടോ. അങ്ങനെ കൂട്ടുകാരൻ്റെ കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഇതാ ബറൂച്ചിൽ അവരുടെ സൊസൈറ്റി എത്തി. RK കൗണ്ടി എന്നാണ് സൊസൈറ്റിയുടെ പേര്. അപ്പോൾ വൈഫും വീട്ടിലിരിക്കുന്നുണ്ട്, പോകാൻ റെഡിയായിട്ടും ഫുഡൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് പോകുന്നത് സൂറത്തിലേക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ രാത്രി 12 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം, എന്നിട്ട് ഇവിടെ നിന്ന് എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ സൂറത്തിലേക്ക് എത്തിയിട്ട് സൂറത്ത് നിന്ന് നമ്മൾ രാവിലെ നേരത്തെ പുറപ്പെടാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാൻ പിന്നെ ഒന്ന് മാറി. ഉടനെ തന്നെ പുറപ്പെട്ടിട്ട് സൂറത്തിൽ പോയിട്ട് അവിടെ നിന്ന് കുട്ടിയും പിക്ക് ചെയ്തിട്ട് രാത്രി 12 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടാമെന്നായി.
പിന്നെ വീണ്ടും പ്ലാൻ മാറി. കാരണം ആളുടെ വൈഫിനുണ്ടല്ലോ, കൂട്ടുകാരൻ്റെ വൈഫിന് അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറക്കം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം നമ്മൾ അവിടെ നിന്ന് അതും സ്കിപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാത്രി ഇവിടെ നിന്ന് ഒരു 9 മണിയൊക്കെ ഇവിടെ നിന്ന് പുറപ്പെട്ട് സൂറത്തിലെത്തി. അവിടെ നിന്ന് ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. वो था मतलब हम आज गए थे बाल कटाने मेरा ना, तो वो मशीन मेरे कान के नहीं तो जगह तो है ना। नहीं चलेगा बैठना। अरे बैठो ना, मैं तो ऐसे ही खा नहीं रही हूँ, मैं तो ऊपर बैठ रही हूँ। नहीं मैं तो आम खा रही हूँ। हटा दूंगा वहां पे जगह अजू इधर अरे नहीं करना, बैठ वो जाएंगे छोड़, वो नहीं कर। അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ട യുദ്ധം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കേണ്ട കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ ഐഷു രാത്രി അങ്ങനെ കഴിക്കാത്ത കാരണം മേളിലിരിക്കുക, താഴെ ഇരുന്നോ, താഴെ ഇരിക്കുക, മേളിലിരിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു കേട്ടോ. AC-ലിരിക്കാൻ വേണ്ടി വന്നിരിക്കുക റൂമിൽ. അങ്ങനെ അവൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സോയ ചങ്ക്സ് ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ എഗ് ബിരിയാണി കഴിച്ചു, സോയ ചങ്ക്സ് ഞാൻ കഴിക്കാറില്ല. മുമ്പ് കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ചേരാത്തോണ്ട് ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴിച്ച് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി കണ്ണം വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആളുടെ കൂട്ടുകാരൻ. അപ്പോൾ ആളുടെ വീട്ടിലേക്കാണോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അത് കാരണം ഞാൻ അതെടുത്തില്ല. ചിക്കൻ ബിരിയാണിയും കുറച്ച് ടേസ്റ്റ് ചെയ്തു, എഗ് ബിരിയാണി ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സൂറത്തിലേക്ക് പുറപ്പെടുകയാണ്. സൂറത്തിൽ ആരാണെന്ന് വെച്ചാൽ കണ്ണൻ്റെ വൈഫ് ഐഷുവിൻ്റെ വീടാണ്, അച്ഛനും അമ്മയും അവിടെയാണ്. ഒപ്പം അവരുടെ കുഞ്ഞും അവിടെ തന്നെയാണ്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അവൾ ടീച്ചറാണ്, അവൻ ബാങ്കിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലായതുകൊണ്ട് കുഞ്ഞ് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 8 മണിക്ക് ഇറങ്ങണം, 9 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയില്ല. 10 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നത് 12 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ രാത്രി 12 മണിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി കുഞ്ഞിനെയും പിക്ക് ചെയ്ത് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഐഷുവിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ഉറക്കം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്തില്ല. ഡയറക്റ്റ് ഇവിടെ നിന്ന് പുറപ്പെട്ട് രാത്രി അവിടെ പോയി കിടന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയെ കാണാം, നമ്മൾ ടൈമിൽ ഇറങ്ങിയോ ഇല്ലയോ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ ഇത്ര വരെയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു ഹെൽപ്പാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നേരം നമ്മുടെ വീഡിയോ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.